ഞാൻ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നപ്പോഴാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഈ അലിഗേഷൻസ് സ്പോട്ട് ഔട്ട് ചെയ്തത് കൈരളി ടി വി ആയിരുന്നല്ലോ. അപ്പം കൈരളി ടിവിയുടെ ഒരു റിപ്പോർട്ടർ വഴിയിട്ടാണ് ഫസ്റ്റ് എനിക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയത്. അതായത് ഇതുപോലെ പിന്നെ ഗവൺമെന്റിനെതിരായിട്ട് കുറച്ച് അലിഗേഷൻസ് ഉണ്ടല്ലോ, അലിഗേഷൻസ് ഉണ്ടെന്ന് അവർ പറയാണ്. അപ്പൊ അലിഗേഷൻസ് പിന്നെ സരിത പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. ആദ്യം 10 കോടിയിലല്ല തന്നെ, ആദ്യം 5 crore ആയിരുന്നു. പിന്നെ അപ്പൊ ഞാൻ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. ആ കാലത്ത് ഒരു പത്രക്കാരോട് ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചിരുന്നില്ല. അതിനുശേഷം ഇ പി ജയരാജൻ പിന്നെ ഫെനി ബാലകൃഷ്ണനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ പൈസ വാഗ്ദാനം ചെയ്യും, ഉമ്മൻചാണ്ടി സാറിനെ എതിരെ അലിഗേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത്ര സാമ്പത്തിക സഹായവും അതേപോലെ തന്നെ പിന്നെ കേസുകൾ തീർക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഫെനി എന്നോട് അതിനെപ്പറ്റി അറിയാം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു പേരാണ് സരിതയുടേത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർക്കെതിരെ രംഗത്ത് വരുന്നു. ആദ്യം അഴിമതിയായിരുന്നു, പിന്നീട് ലൈംഗികാരോപണങ്ങളൊക്കെ ഉണ്ടായ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവം. അതിൻ്റെ തുടർച്ചയായി സർക്കാർ നിഷ്കാസിതരാവുന്നു. 2016 സരിതയുടെ കൂടി സഹായത്തോടുകൂടി പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു. അതിനു മുമ്പും അതിനിടയിലും സരിതയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ, നിരവധി കേസുകൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ സമയത്തൊക്കെ സരിതയുടെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒപ്പം നിൽക്കുന്ന ഒരു മീശക്കാരനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇയാളുടെ പേര് വിനുകുമാർ എന്നാണ്. സരിതയെ നേരിട്ട് ടെലിഫോണിൽ കിട്ടാത്ത മാധ്യമപ്രവർത്തകർ വിനുവിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിരവധി തവണ വിനുവിനെ വിളിച്ചിട്ടുണ്ട്, പല വിവരങ്ങളും വിശദീകരണം തേടുന്നതിന് വേണ്ടി. എപ്പോഴും സരിതയുടെ നിഴൽ പോലെ വിനുകുമാർ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആരാണ് വിനു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല, ഞാനും അന്വേഷിച്ചിട്ടില്ല. സരിതയുടെ കൂടെയുള്ള ഒരാൾ എന്ന് മാത്രമാണ് വിനുവിനെ കുറിച്ച് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ സരിതയെപ്പോലെ തന്നെ വിനുവിൻ്റെ മുഖവും കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമാണ്. എന്നാൽ ഇപ്പോൾ സരിത പറയുന്നു തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തത് കൂടെ നിന്ന വിനുവാണെന്ന്. വിനു പലപ്പോഴായി തനിക്ക് ജ്യൂസിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും മാരകമായ വിഷം ചെറുതായി കലർത്തി നൽകി തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു പേരാണ് സരിതയുടേത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർക്കെതിരെ രംഗത്ത് വരുന്നു. ആദ്യം അഴിമതിയായിരുന്നു, പിന്നീട് ലൈംഗികാരോപണങ്ങളൊക്കെ ഉണ്ടായ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവം. അതിൻ്റെ തുടർച്ചയായി സർക്കാർ നിഷ്കാസിതരാവുന്നു. 2016 സരിതയുടെ കൂടി സഹായത്തോടുകൂടി പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു. അതിനു മുമ്പും അതിനിടയിലും സരിതയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ, നിരവധി കേസുകൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ സമയത്തൊക്കെ സരിതയുടെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒപ്പം നിൽക്കുന്ന ഒരു മീശക്കാരനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇയാളുടെ പേര് വിനുകുമാർ എന്നാണ്. സരിതയെ നേരിട്ട് ടെലിഫോണിൽ കിട്ടാത്ത മാധ്യമപ്രവർത്തകർ വിനുവിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിരവധി തവണ വിനുവിനെ വിളിച്ചിട്ടുണ്ട്, പല വിവരങ്ങളും വിശദീകരണം തേടുന്നതിന് വേണ്ടി. എപ്പോഴും സരിതയുടെ നിഴൽ പോലെ വിനുകുമാർ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആരാണ് വിനു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല, ഞാനും അന്വേഷിച്ചിട്ടില്ല. സരിതയുടെ കൂടെയുള്ള ഒരാൾ എന്ന് മാത്രമാണ് വിനുവിനെ കുറിച്ച് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ സരിതയെപ്പോലെ തന്നെ വിനുവിൻ്റെ മുഖവും കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമാണ്. എന്നാൽ ഇപ്പോൾ സരിത പറയുന്നു തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തത് കൂടെ നിന്ന വിനുവാണെന്ന്. വിനു പലപ്പോഴായി തനിക്ക് ജ്യൂസിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും മാരകമായ വിഷം ചെറുതായി കലർത്തി നൽകി തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാല് പോലും നിലത്ത് ഉറക്കാൻ കഴിയാത്ത രീതിയിലായി എന്നുള്ളത്. ആ കാല് വെച്ചുകൊണ്ട് ഒരുപാട് നടന്ന് ഒരുപാട് ആളുകളെ നടത്തിച്ചതല്ലേ, ആ നാക്കുകൊണ്ട് ഒരുപാട് കുഷ്ടവാക്കുകൾ പറഞ്ഞതല്ലേ ഉമ്മൻചാണ്ടി സാറിന്റെ ശാപം നിന്നെ വിട്ട് പോകില്ല എന്നുള്ള ആ ഒരു വാക്ക്. ഇന്ന് ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ വീഡിയോ ഇത്ര അധികം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു? രാഹുൽ മാങ്കുട്ടത്തിൽ ജയിലിലാണ്, രാഹുൽ ഈശ്വർ ജയിലിലാണ്, ഷാഫി പറമ്പിലിന് നേരെയും വിരലുകൾ ചൂണ്ടുന്നു. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആ മുഖത്തോട്ട് ഓരോ വിരലുകൾ ചൂണ്ടുമ്പോൾ ഈ പേര് പറയാതിരിക്കാൻ കഴിയില്ല. സരിത എസ് നായർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര്. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കാലം ഒന്നിനും മാപ്പ് കൊടുക്കില്ല, എല്ലാത്തിനും പകരം ചോദിക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് എന്ന് പറയേണ്ടി വരും. ഒരുപാട് ആളുകളുടെ പേര് ഈ സരിത എസ് നായർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ക്ലീൻ ഷീറ്റ് കിട്ടിയ ഒരേ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടു പോയ ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന് എത്രമാത്രം ഇവിടെയുള്ള മാധ്യമങ്ങൾ ദൂഷിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് കുറച്ചധികം സംസാരിക്കാനുണ്ട്. സരിത എസ് നായരുടെ ശബ്ദത്തിലൂടെ തന്നെ കേൾക്കാം. ഇപ്പൊ നർവ്സ് ഡാമേജ് ആയതിന്റെ പിന്നെ കണ്ണിന് ചെറിയ കാഴ്ചശക്തി ഇടത്ത് കണ്ണിന് കുറഞ്ഞു. ശരിക്കും കുറഞ്ഞോ അതോ ശക്കലം? ശരിക്കും കുറഞ്ഞു.
അല്ല ശകലമല്ല, നന്നായിട്ട് പാച്ച് വന്നു. അതെങ്ങനെ ഇനി അതിന് ഓപ്പറേഷൻ ഒന്നും പറ്റത്തില്ലേ? ഇല്ല, ഓപ്പറേഷൻ അല്ല, ഇത് അവിടെ നെർവിന് ഇത് ചെയ്തതാണല്ലോ, ഇൻഫ്ലമേഷൻ ആയതാണ് നെർവില്, ഒപ്റ്റിക് നെർവില്. ഓ, അപ്പോൾ അവർ ഓപ്പറേഷൻ പറ്റത്തില്ലെന്നാ പറയുന്നത്? ഓപ്പറേഷൻ പറ്റില്ല, ലേസർ ചെയ്യുന്നുണ്ട്, നോക്കാന്ന് പറഞ്ഞു. അല്ല, അതിൻ്റെ കണ്ണിന് കാഴ്ച പോകാൻ സാധ്യത ഉണ്ടെന്നാണോ പറയുന്നവരെ? നെർവ് ഡാമേജ് ആയി, പെർമനന്റ് ഡാമേജ് ആണെങ്കിൽ അങ്ങനെ ആയി പോകുമല്ലോ. പെർമനന്റ് ആക്കാതിരിക്കാൻ നോക്കുവാണ്. പകല് പോലും കണ്ണ് തുറക്കാൻ കഴിയാത്ത രീതിയിൽ സരിത എസ് നായർ മാറിയിരിക്കുന്നു. കണ്ണ് തുറന്നിട്ട് കാര്യമില്ല, കാരണം ഇരുട്ടാണ് എന്റെ ഒരു കണ്ണിൽ മുഴുവനായിട്ട് എന്നാണ് സരിത പറയുന്നത്. മരണപ്പെട്ടു പോയ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ അത്രമാത്രം ദ്രോഹിച്ചിരുന്നു, അത്രമാത്രം ക്രൂശിച്ചിരുന്നു. ആ പ്രായമായ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ ഇല്ലാവചനങ്ങൾ പറഞ്ഞു. CBI ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ടും ആരും അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഇന്ന് മിണ്ടുക തന്നെ ചെയ്യും, ഇന്ന് ചർച്ച ചെയ്യുക തന്നെ ചെയ്യുന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഒരു സ്ത്രീയും ഇവിടെ അപമാനിക്കപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു സ്ത്രീയും വ്യാജ പരാതി കൊടുത്ത് ആരെയും കുടുക്കി അയാളുടെ ജീവിതവും നശിപ്പിക്കാൻ പാടില്ല. കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലാവചനങ്ങൾ പറഞ്ഞ് നമുക്കതിലെ പൊരിപ്പിച്ച് വലുതാക്കി കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കോടതിയിൽ തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ സരിത എസ് നായരോട് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. നമുക്ക് തുടർന്ന് കാണാം. പിന്നെ കാലിൻ്റെ നടപ്പിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നടക്കുമ്പം കാല് പിടിക്കും. ഒരു 10 ചുവട് വെക്കുമ്പം കാല് മസ്കുലർ പ്രോബ്ലം ആയി. നെർവിന്റെ കാലിനെ നിയന്ത്രിക്കുന്ന നെർവില് 2 നെർവ് ഡീമൈലേഷൻ ആയി, അതായത് ഉരുകി പോവല്ലോ. മൈലിൻ ഷീറ്റ് ഉരുകി പോയി, അത് ദ്രവിച്ചു ഞരമ്പ്. പൂർണ്ണ ആരോഗ്യവാനായ ഉമ്മൻചാണ്ടി സാറിന്റെ ശരീരം ഓരോന്നോരോന്ന് തളർന്ന് വയ്യാണ്ടായത് അദ്ദേഹത്തിന് അത്രമാത്രം നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നിങ്ങൾ എവിടെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല. നിങ്ങളെ കുറിച്ചുള്ള ഒരു വിവരവും ആരും കേൾക്കുന്ന പോലുമില്ല. ഉമ്മൻചാണ്ടി സാർ മരണപ്പെടുന്നത് വരെ നിങ്ങൾ അത്രമാത്രം അയാളെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു മാപ്പ് എന്ന വാക്ക് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെങ്കിലും നിത്യശാന്തി ലഭിക്കും. അതിനെങ്കിലും ആ നാക്ക് ഇനി ഉപയോഗിക്കുക. കാരണം എത്ര നാൾ അത് പുഴുക്കാതെ ചെയ്യാതെ